ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ BS6 ഹീറോൻ്റെ വണ്ടികളിൽ വരുന്നൊരു കോഡുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി സ്കാൻ ചെയ്ത സമയത്ത് ഇതിനകത്ത് ഇതാണ്ടോ P1532 എന്ന് പറഞ്ഞ കോഡാണ് വരിക. ഈ ഒരു കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കത്തില്ല. കാരണം വെച്ചാൽ ഈ ഒരു കോഡിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീനിങ് ആണ് ഓരോ മാനുഫാക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇത് ഏതാണെന്ന് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിനകത്ത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഹീറോൻ്റെ വണ്ടികൾക്ക് ഈ ഒരു P1532 എന്ന് പറഞ്ഞൊരു കോഡ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ബാങ്ക് ആംഗിൾ സെൻസർ അല്ലെങ്കിൽ റോൾ ഓവർ സെൻസർ എന്നൊക്കെ പറയും. ഈ ഒരു സെൻസർ ഡാമേജ് ആയിട്ടായിരിക്കും വരുന്നത്. അതല്ലാതെ ഈ വണ്ടി വീണ് കഴിഞ്ഞാലും ഈ ഒരു കോഡ് കാണിക്കാറുണ്ട്, ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ ഈ BS6 വണ്ടികൾ വീണ് കഴിഞ്ഞാൽ ഓഫായി പോകാത്തൊരു പ്രശ്നമുണ്ട്. കാരണം ടാങ്കിൽ നിന്ന് ഫ്യൂവൽ പമ്പ് ചെയ്യുന്നതാണ് മോട്ടോർ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇഞ്ചക്ടർ ഇഞ്ചക്ട് ചെയ്യുന്നതാണ്. മറ്റേ കാർബറേറ്റർ വണ്ടി പോലെ ഗ്രാവിറ്റിയിൽ വന്ന് സ്റ്റോർ ചെയ്യുകയും ആ രീതിയിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നൊരു സെറ്റപ്പ് അല്ല ഉള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് വണ്ടി ഓഫാകാത്തൊരു കാര്യം ഉണ്ടാവും. അപ്പോൾ വണ്ടി വീണ് കഴിഞ്ഞാലും അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വണ്ടി സ്വയം ഓഫാകുന്ന ഒരു മെക്കാനിസത്തിന് വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി വെച്ചാൽ 56-60 ഡിഗ്രിയിലൊക്കെ വണ്ടി ചരിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചക്ടറുകളുടെ കണക്ഷൻ കട്ട് ചെയ്യുന്നൊരു മെക്കാനിസം അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു ചാവി ഓണാക്കി വെക്കുന്ന സമയത്ത് ഈ ഒരു സെൻസർ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. എവിടെ മുമ്പോടെയോ റിപ്പയറിങ് കൊടുത്ത സമയത്ത് ഈ ഒരു സെൻസറിനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഈ ഒരു സെൻസറിൻ്റെ കണക്ഷൻ ഒഴിവാക്കി വിട്ടോ, അല്ലെങ്കിൽ അഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ എന്തോ മിസ്റ്റേക്ക് എന്തോ പറ്റിയായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻസറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് നമ്മൾ OBD ടൂളായിട്ട് കണക്ട് ചെയ്ത് ഇപ്പം നോക്കുന്ന സമയത്ത് ആ ഒരു കോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഡ് നമ്മൾ ക്ലിയർ അടിക്കുകയാണ്. കാരണം ഇത് ECUവിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹിസ്റ്ററിയാണ്. അപ്പോൾ ആ ഹിസ്റ്ററി നമ്മൾ ക്ലിയർ അടിക്കാതെ റിമൂവ് ആകത്തില്ല. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയിലുള്ള കോഡ് നമ്മൾ ക്ലിയർ അടിച്ച് റിമൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ മീറ്ററിനകത്ത് കാണിക്കുന്ന എൻജിൻ വാർണിംഗ് ലാമ്പ്, ചെക്ക് എൻജിൻ ലൈറ്റ്, മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ്, MIL ലാമ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലൈറ്റ് ഓഫ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലിയർ അടിച്ച് കോഡ് പോയിട്ടുണ്ട്. നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് കണ്ടോ, കോഡൊന്നും നിലവിലില്ല. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇതൊന്ന് നോക്കി നോക്കാം. വണ്ടി നമ്മൾ ചാവി ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 സെക്കൻഡിനുള്ളിൽ ആ ഒരു മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് അല്ലെങ്കിൽ ചെക്ക് എൻജിൻ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് വരുന്നത്. ഈ ഒരു കോഡ് എന്ന് പറയുന്നത് P1532 എന്ന് പറഞ്ഞ കോഡാണ് ഇതിനകത്ത് കാണിക്കുക കേട്ടോ.